ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ യുവാക്കൾ സജീവമായി പങ്കെടുക്കണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 പുതിയ എയിംസുകൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 1-ാം ക്ലാസ് പ്രവേശനത്തിന് 6 വയസ്സ് പ്രായപരിധി നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. ആറ്റുകാൽ പൊങ്കാല നിറവിൽ തിരുവനന്തപുരം ഭക്തിസാന്ദ്രമായി തലസ്ഥാന നഗരി. റാഞ്ചി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 192 റൺസ് വിജയലക്ഷ്യം. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരള മേഘാലയ മത്സരം സമനിലയിൽ. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോവ മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. 5 പുതിയ എയിംസുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ഗുജറാത്തിലെ രാജ്കോട്ട്, പഞ്ചാബിലെ ബഠിൻഡ, ഉത്തർപ്രദേശിലെ റായ്ബറേലി, പശ്ചിമബംഗാളിലെ കല്യാണി, ആന്ധ്രാപ്രദേശിലെ മംഗളഗിരി എന്നിവിടങ്ങളിലാണ് എയിംസുകൾ നിലവിൽ വന്നത്. രാജ്കോട്ടിൽ നടന്ന ചടങ്ങിൽ 48,100 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. രാജ്യത്ത് ഇരുമ്പ് വടം കൊണ്ട് നിർമ്മിച്ച ഏറ്റവും നീളമേറിയ പാലം സുദർശൻ സേതു പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ബേഡ്-ദ്വാരകയെയും ഓഖ നഗരത്തെയും ബന്ധിപ്പിക്കുന്നതാണ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന 2.32 കിലോമീറ്റർ നീളമുള്ള പാലം. 979 കോടി രൂപ ചെലവിട്ട പാലത്തിൽ 4 വരി പാതയ്ക്ക് പുറമെ നടപ്പാതകളും സജ്ജീകരിച്ചിട്ടുണ്ട്. രാജ്യത്തെ യുവസുഹൃത്തുക്കൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ എത്രത്തോളം പങ്കെടുക്കുന്നുവോ അത്രത്തോളം രാജ്യത്തിന് ഗുണകരമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ ജനങ്ങളോട് സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു റിപ്പോർട്ട്. എന്റെ ആദ്യ വോട്ട് രാഷ്ട്രത്തിനായി എന്ന പ്രചാരണത്തിൽ കായിക മേഖല, സിനിമാ വ്യവസായം, സാഹിത്യലോകം, സമൂഹ മാധ്യമം എന്നീ മേഖലയിലെ പ്രഗത്ഭർ സജീവമായി പങ്കെടുക്കുകയും കന്നി വോട്ടർമാരെ പ്രോത്സാഹിപ്പിക്കുകയും വേണമെന്ന് മൻ കി ബാത്തിന്റെ 110-ാം ഭാഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അടുത്ത 3 മാസത്തേക്ക് മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യില്ല. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തയ്യാറാക്കിയ പരിപാടിയാണെങ്കിലും രാഷ്ട്രീയ മര്യാദകൾ പാലിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ സ്ത്രീശക്തി ഇന്ന് ഓരോ മേഖലയിലും പുരോഗതിയുടെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തുകയാണ്. ഇന്ന് സ്ത്രീശക്തി പിന്നാക്കം പോയ ഒരു മേഖലയും നമ്മുടെ രാജ്യത്തിലില്ല. രാജ്യത്തിന്റെ വികസന യാത്രയിൽ സ്ത്രീശക്തിയുടെ സംഭാവനകളെ അഭിവാദ്യം ചെയ്യാനുള്ള അവസരമായി മാർച്ച് 8-ലെ വനിതാ ദിനം ആഘോഷിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ജീവിതത്തിൽ സാങ്കേതികവിദ്യയുടെ പ്രാധാന്യം വളരെയധികം വർദ്ധിക്കുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു. മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂർ ജില്ലയിൽ മനുഷ്യരും കടുവകളും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കാൻ നിർമ്മിത ബുദ്ധിയുടെ സഹായം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഉത്തരാഖണ്ഡിലെ റൂർക്കിയിൽ കെൻ നദിയിലെ മുതലകളെ നിരീക്ഷിക്കാൻ സഹായിക്കുന്ന ഡ്രോൺ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. വന്യമൃഗ സംരക്ഷണത്തിനായുള്ള ഓരോ ശ്രമങ്ങളിലൂടെയും രാജ്യത്തിന്റെ ജൈവ വൈവിധ്യം കൂടുതൽ സമ്പന്നമാകുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്ത് മറ്റുള്ളവരെ സഹായിക്കുന്നതിനായി ജീവിതം മാറ്റിവെച്ചവരെയും ഭാഷാ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്നവരെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. സമൂഹമാധ്യമങ്ങളിൽ ഉള്ളടക്കങ്ങൾ സൃഷ്ടിക്കുന്ന യുവാക്കളുടെ ശബ്ദം ഇന്ന് രാജ്യത്ത് വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. നിലവാരമുള്ള ഉള്ളടക്ക സൃഷ്ടാക്കളെ നാഷണൽ ക്രിയേറ്റേഴ്സ് അവാർഡിനായി നാമനിർദ്ദേശം ചെയ്യണമെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ അഭ്യർത്ഥിച്ചു. യുവാക്കളാണ് രാജ്യത്തിന്റെ ഭാവിയെന്നും അവരെ ലഹരിയിൽ നിന്ന് പിന്തിരിപ്പിച്ച് രാഷ്ട്ര നിർമ്മാണത്തിലേക്ക് നയിക്കേണ്ടത് അനിവാര്യമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗായത്രി പരിവാർ സംഘടിപ്പിച്ച അശ്വമേധ യാഗ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിയെ ചെറുക്കാൻ കുടുംബത്തിന്റെ ശക്തമായ പിന്തുണ ആവശ്യമാണ്. ഫിറ്റ് ഇന്ത്യ, ഖേലോ ഇന്ത്യ തുടങ്ങിയ പരിപാടികൾ യുവാക്കളിൽ പ്രചോദനം ഉണർത്താനാണെന്നും പ്രചോദിതരായ യുവാക്കൾ ലഹരി ഉപയോഗിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 2024-25 അധ്യയന വർഷം മുതൽ 6 വയസ്സ് മുതലുള്ള കുട്ടികളെ മാത്രമേ 1-ാം ക്ലാസ്സിൽ പ്രവേശിപ്പിക്കാവൂ എന്ന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. 2020-ലെ ദേശീയ വിദ്യാഭ്യാസ നയവും 2009-ലെ കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശ നിയമവും അനുസരിച്ചാണ് നടപടി. ഉത്തർപ്രദേശിലെ ബഹുജൻ സമാജ് പാർട്ടി നേതാവ് റിതേഷ് പാണ്ഡെ ബിജെപിയിൽ ചേർന്നു. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെ നിരവധി ബിജെപി നേതാക്കൾ പങ്കെടുത്തു. ഉത്തർപ്രദേശിലെ അംബേദ്കർ നഗറിലെ ലോക്സഭാ അംഗമായ റിതേഷ് പാണ്ഡെ അടുത്തിടെ ബിഎസ്പിയിൽ നിന്നും രാജിവെച്ചിരുന്നു. മിസോറാം നിയമനിർമ്മാണ സഭയുടെ ബജറ്റ് സമ്മേളനത്തെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ നാളെ അഭിസംബോധന ചെയ്യും. ശ്രീ വെങ്കയ്യ നായിഡുവിന് ശേഷം മിസോറാം നിയമസഭയിൽ സംസാരിക്കുന്ന 2ാമത്തെ ഉപരാഷ്ട്രപതിയാണ് അദ്ദേഹം. മിസോറാം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലും നാളെ രാവിലെ ഉപരാഷ്ട്രപതി സംബന്ധിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. തുണിത്തരങ്ങളുമായി ബന്ധപ്പെട്ട ലോകത്തെ ഏറ്റവും വലിയ പ്രദർശനം ഭാരത് ടെക്സ് 2024 നാളെ തുടക്കമാകും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിപാടി ഉദ്ഘാടനം ചെയ്യും. 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രാതിനിധ്യം മേളയിൽ ഉണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തിരുവനന്തപുരത്തെത്തും. ISROയിലെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കുന്ന അദ്ദേഹം തുടർന്ന് BJP സംഘടിപ്പിച്ച കേരള പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പരിപാടി. ചരിത്രപ്രസിദ്ധമായ തിരുവനന്തപുരം ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഭക്തർ പൊങ്കാല അർപ്പിച്ചു. ദേവിക്ക് പൊങ്കാല അർപ്പിക്കാനെത്തിയ ഭക്തർക്കായി KSRTCയും റെയിൽവേയും വിപുലമായ സർവീസ് ഏർപ്പെടുത്തിയിരുന്നു. പൊങ്കാലയ്ക്ക് ശേഷമുള്ള ശുചീകരണത്തിനായി തിരുവനന്തപുരം നഗരസഭ 3000-ഓളം പേരെ നിയോഗിച്ചിട്ടുണ്ട്. സാംസ്കാരിക രംഗത്തെയും സാംസ്കാരിക പ്രവർത്തകരെയും മുന്നിൽ കണ്ടുകൊണ്ടുള്ള കാലാനുസൃതമായ പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കി വരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അന്യം നിന്നു പോകുന്ന കലാരൂപങ്ങളെ സംരക്ഷിച്ച് നിലനിർത്തുന്നതിന് ആവശ്യമായ ഇടപെടലുകളും സർക്കാർ നടത്തിവരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നവകേരള സദസ്സിന്റെ ഭാഗമായി തൃശൂരിൽ സാംസ്കാരിക പ്രവർത്തകരുമായുള്ള മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. റാഞ്ചി ക്രിക്കറ്റ് ടെസ്റ്റിൽ 3-ാം ദിവസം കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 192 റൺസ് വിജയലക്ഷ്യം. 46 റൺ ലീഡുമായി ആരംഭിച്ച ഇംഗ്ലണ്ടിന്റെ രണ്ടാം ഇന്നിംഗ്സ് 145 റൺസിന് അവസാനിച്ചു. ഇന്ത്യയ്ക്കായി അശ്വിൻ 5 വിക്കറ്റും കുൽദീപ് യാദവ് 4 വിക്കറ്റും നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 40 റൺ നേടിയിട്ടുണ്ട്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം മേഘാലയ മത്സരം സമനിലയിൽ. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് എടപ്പാൾ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എതിരാളികളെ നിഷ്പ്രഭമാക്കി കളം നിറഞ്ഞ മേഘാലയയുടെ മികച്ച ഫുട്ബോളിന് മുന്നിൽ പതറിയെങ്കിലും സമനില നേടി കേരളം ക്വാർട്ടർ പ്രതീക്ഷ നിലനിർത്തി. മത്സരത്തിന്റെ 4-ാം മിനിറ്റിൽ തന്നെ നരേഷിന്റെ ഗോളിലൂടെ കേരളം മുന്നിലെത്തുകയായിരുന്നു. മൈതാന മധ്യത്ത് നിന്ന് റിസ്വാൻ അലി മേഘാലയൻ പ്രതിരോധ നിരയെ മറികടന്ന് നീട്ടി നൽകിയ പന്ത് പിടിച്ചെടുത്ത നരേഷ് മികച്ച ഫിനിഷിംഗിലൂടെയാണ് കേരളത്തിന് ലീഡ് സമ്മാനിച്ചത്. ഗോൾ തിരിച്ചടിക്കാൻ മേഘാലയൻ മുന്നേറ്റക്കാർ കിണഞ്ഞു പരിശ്രമിച്ചതോടെ കേരളത്തിന്റെ നില പരിങ്ങലിലായി. ഏത് നിമിഷവും സമനില ഗോൾ പിറക്കുമെന്ന അവസ്ഥയിലായിരുന്നു മത്സരം പുരോഗമിച്ചത്. വല്ലപ്പോഴും കിട്ടുന്ന പന്തുമായി ചില പ്രത്യാക്രമണങ്ങൾ ഒതുങ്ങി കേരളത്തിന്റെ നീക്കങ്ങൾ. 77-ാം മിനിറ്റിൽ പെനാൽറ്റി ലഭിച്ചതോടുകൂടിയാണ് മേഘാലയയുടെ ഗോൾദാഹം ശമിച്ചത്. കേരള ഗോൾ കീപ്പർ അസ്ഹർ പെനാൽറ്റി തടഞ്ഞെങ്കിലും റീബൗണ്ട് വന്ന പന്ത് വലയിൽ എത്തിക്കുകയായിരുന്നു. വിജയ ഗോളിനായി വീണ്ടും തുറന്ന അവസരങ്ങൾ തന്നെ മേഘാലയയ്ക്ക് ലഭിച്ചെങ്കിലും ലക്ഷ്യം അകന്നത് കേരളത്തിന് തുണയായി. ഇതോടെ ഇനിയുള്ള 2 മത്സരങ്ങളുടെയും ഫലം കേരളത്തിന്റെ അടുത്ത റൌണ്ട് സാധ്യതകൾക്ക് നിർണായകമാകും. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ മത്സരം പുരോഗമിക്കുന്നു. കഴിഞ്ഞ 3 മത്സരങ്ങളിലും തോറ്റ ബ്ലാസ്റ്റേഴ്സിന് കൊച്ചിയിൽ നടക്കുന്ന ഇന്നത്തെ മത്സരം നിർണായകമാണ്. നിലവിൽ പോയിന്റ് പട്ടികയിൽ 5-ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ്. പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഭാരത് വികാസ് ഡയറി ഇന്ന് രാത്രി 8:35 പ്രക്ഷേപണം ചെയ്യും. ഇന്ത്യൻ റെയിൽവേയുടെ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ ഗുജറാത്തിലെ സബർമതി റെയിൽവേ സ്റ്റേഷൻ നവീകരണം പുരോഗമിക്കുന്നു. പശ്ചിമ റെയിൽവേ മേഖലയ്ക്ക് കീഴിൽ വരുന്ന സബർമതി റെയിൽവേ സ്റ്റേഷനെ ലോകോത്തര നിലവാരത്തിൽ എത്തിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. 301 കോടി രൂപ ചെലവിൽ നടപ്പിലാക്കുന്ന പദ്ധതി 2025 ഓഗസ്റ്റിൽ പൂർത്തിയാകും. 2028-29 സാമ്പത്തിക വർഷത്തോടെ 50,000 കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതി എന്ന ലക്ഷ്യം ഇന്ത്യ കൈവരിക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ ഒരു മാധ്യമ സ്ഥാപനം സംഘടിപ്പിച്ച പ്രതിരോധ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ കാലയളവിൽ ഇന്ത്യയുടെ മൊത്തം വാർഷിക പ്രതിരോധ ഉത്പാദനം 3 ലക്ഷം കോടി രൂപയായി വർദ്ധിക്കും. ആത്മനിർഭർ ഭാരത് നയത്തിന് അനുസൃതമായി പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഒട്ടേറെ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ടെന്നും ശ്രീ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ആഗോളതലത്തിൽ നിർണായകവും അർത്ഥവത്തുമായ വേദിയായി ക്വാഡ് മാറിയെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. 4 ഊർജ്ജസ്വലമായ ജനാധിപത്യ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ക്വാഡെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. FIH പ്രോ ലീഗ് ഹോക്കിയിൽ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യ അയർലൻഡ് മത്സരം പുരോഗമിക്കുന്നു. ഒഡീഷയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ യുവാക്കൾ സജീവമായി പങ്കെടുക്കണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 പുതിയ എയിംസുകൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 1-ാം ക്ലാസ് പ്രവേശനത്തിന് 6 വയസ്സ് പ്രായപരിധി നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. ആറ്റുകാൽ പൊങ്കാല നിറവിൽ തിരുവനന്തപുരം ഭക്തിസാന്ദ്രമായി തലസ്ഥാന നഗരി. റാഞ്ചി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 192 റൺസ് വിജയലക്ഷ്യം. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം മേഘാലയ മത്സരം സമനിലയിൽ. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോവ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.